ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നില്ലെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ ദിവസമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, നമ്മൾ പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായതുകൊണ്ട് തന്നെ പാക്കൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം എൻ്റെ ബിഫോറായിട്ടുള്ള എൻ്റെ നെയിൽസും അതുപോലെ തന്നെ എൻ്റെ ഫീറ്റുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് അഴുക്കും അതുപോലെ തന്നെ ചെളിയും പിന്നെ നെയിൽസൊക്കെ കട്ടായി പോയിട്ടുണ്ട്. അപ്പം ഈ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ട്, പിന്നെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് വെട്ടി ഇത്ര മാത്രം ആക്കിയിട്ട് എനിക്ക് ആവശ്യത്തിന് മാത്രം ആക്കി, ഇത്ര മതി, അധികം ഓവർ ആവണ്ടെന്ന് വിചാരിച്ചു. ഈ ഒരു ഷേപ്പിനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാലൊന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെക്കണം. അതിന് ശേഷം നമ്മൾ നെയിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആദ്യം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പൂ കണ്ടീഷണറോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷാമ്പൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ കാല് അതിൽ പുതിർത്തി വെക്കണം കേട്ടോ. പുതിർത്തി വെക്കണം, ഇതെന്താ പുതപ്പോ? കാലൊന്ന് കുറച്ച് നേരം അതിലിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ കാല് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇറക്കി വെക്കുമ്പോൾ നല്ല സുഖം തോന്നും കേട്ടോ. കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമുക്ക് കാല് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മളൊരു ഗോൾഗേറ്റും അതുപോലെ തന്നെ ഒരു ബ്രഷും എടുക്കുക. പല്ല് തേക്കാനല്ല ഗൈസ്, പല്ല് തേക്കാനല്ല. അപ്പോൾ നമ്മൾ നെയിൽസിലുള്ള അഴുക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നഖത്തിന് പല്ല് തേപ്പിച്ച് കൊടുക്കുക. നഖത്തിന് അതിനവിടെ പല്ല് നമ്മൾ നെയിൽസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അല്ലാതെ തന്നെ ഞാൻ കുറച്ച് നേരം മുക്കി വെച്ചപ്പോൾ തന്നെ എൻ്റെ കാലൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള ചെളിയൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ബ്രഷിൽ നമ്മൾ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പല്ല് തേക്കുന്നത്, രാവിലെ എണീച്ച് നമ്മൾ പല്ല് തേക്കില്ലേ, അതുപോലെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നഖത്തിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് വന്നോളും. പിന്നെ അധികം ഈ ഡെഡായിട്ടുള്ള സ്കിന്നുകളൊക്കെ ഉണ്ടാവും ഈ നഖത്തിൻ്റെ ഉള്ളിലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നെയിൽ കട്ടറിൻ്റെ ആ ഒരു ഭാഗം വെച്ച് തോണ്ടിയെടുത്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ അവിടെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റിക്കളയാം, അതൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ നല്ല വൃത്തിക്ക് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആരെയും തേക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നമ്മളിവിടെ നെയിൽസ് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തട്ടി കൂട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം സൗകര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് ഫോൺ ഞാൻ എങ്ങനെയൊക്കെയോ വെച്ചിട്ടൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്നും കമൻറ്റ് ചെയ്യാനില്ലെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ കാലും അതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് ഉരച്ച് വെളുപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിലുള്ള ചളിയൊക്കെ ഇളകി വരാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെ നിങ്ങളും ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു കൊടുക്കുക. വേറെ ഒരു പെഡിക്യൂറിൻ്റെ ആവശ്യമില്ല, ഈ ഒരു പെഡിക്യൂർ തന്നെ ചെയ്താൽ മതി. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയായിട്ട് ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ നമ്മളെ നഖവും കാലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ കാലിന്. എന്നിട്ട് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാലൊന്ന് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കുളിപ്പിച്ചെടുക്കുക. മുക്കുന്നു താത്തുന്നു ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ കാല് കാണാൻ നല്ല പ്രത്യേക ഒരു നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബിഫോറും ആഫ്റ്ററും നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാലൊരച്ച് തേച്ച് കഴുകിയതിന് ശേഷം ഉള്ള അവസ്ഥ കേട്ടോ. അത് കഴിഞ്ഞ് ഒരു നല്ല കോട്ടൺ തുണി എടുത്തിട്ട് കാലൊന്ന് ഒപ്പി തുടച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വാസ്ലൈനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ
കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല, ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ കേട്ടോ. അതിനുശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷ് ചെയ്യാൻ പോവാണ്. അത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു, നെയിൽ പോളിഷ് ഇടുന്ന വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമയത്തിൻ്റെ പരിധി മൂലമാണ് ഞാനതൊക്കെ ഒഴിവാക്കിയത്. വീഡിയോസൊന്നും എനിക്കിത് എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഇത് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടി അങ്ങോട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ ആൾക്കാരെ പരിഭവം അങ്ങോട്ട് മാറട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ കാലിലിട്ടിട്ടുള്ള ഈ ഒരു സാധനം ഞാൻ ഗോവയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിന് വേറെ എന്തൊക്കെയോ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എനിക്കതിനെക്കുറിച്ചിട്ട് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് വാങ്ങി ഇട്ടിട്ടുള്ളത്. എനിക്കിതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും വാങ്ങിയേനെ, 2 കാലിൽ കിട്ടേനെ കേട്ടോ. ഒരു കാലിൽ കെട്ടുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ വേറെ അർത്ഥമൊക്കെ വരുന്നത്. എനിക്കറിയില്ല, അങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് വിചാരിച്ച് നമ്മൾ അങ്ങനെ ആവണം എന്നില്ലല്ലോ. അപ്പം അതാണ് ആ ചരടിൻ്റെ ഒരു അവസ്ഥ. പക്ഷെ ഇപ്പം എല്ലാവരും ട്രെൻഡായിട്ട് തന്നെയാണ് ഇടുന്നത്, കുറേ ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് ആ സാധനം. ഇനിയിപ്പം നെഗറ്റീവ് പറയുമോ എന്ന് എനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കമൻറ്റ് വരുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഭംഗിക്ക് ഇട്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഊരാതിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഊരാതിരുന്നത്. അപ്പം ഞാനിതവിടെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം ഇത്രയും നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, ഇതിൽ ഏത് കളർ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം ഞാൻ എന്താക്കി, നമ്മളെ റെഡ് കളർ തന്നെ ഞാൻ ചൂസ് ചെയ്തു കേട്ടോ. എന്താ അറിയില്ല, റെഡ് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി. അപ്പം ഞാനിതൊക്കെ റെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ എല്ലാ നെയിലും കുറച്ച് നീട്ടമുള്ളത് കൊണ്ട് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം കുറച്ച് നെയിലുണ്ടല്ലോ അവിടെ, അതുകൊണ്ട് കാണാനും ഉണ്ടാവില്ല ആ ഒരു കളറ് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് കുറച്ച് ഭംഗി ഉണ്ടാവും. അപ്പോൾ റെഡ് ആകുമ്പോൾ നന്നായിട്ടൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ആ കളറിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു കാലിൽ ഫുള്ളായിട്ട് ഞാൻ ഒരു കോട്ട അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കോട്ട അടിച്ചപ്പോൾ തന്നെ അത്യാവശ്യം കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ കാലിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നെയിൽ പോളിഷ് ഇടുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബാലൻസ് പോവും വീഴാനായ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയോ ഞാൻ ഇട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെടും, എനിക്കറിയാം. അങ്ങനെ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് അല്ലേ. കാല് നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ റെഡ് ഇട്ടേം കൊണ്ട് ആ ഒരു ബ്രൈറ്റായിട്ട് ഇങ്ങനെ നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് ഒരു പെഡിക്യൂർ വീഡിയോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പെഡിക്യൂർ വീഡിയോ ആണ്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റെഡ് ഹാർട്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ആവാൻ വേണ്ടി പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഒരു വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.